ഹായ് എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റി ക്യൂസീൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണ്ണിക്കുട്ടനുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു യാത്രയുടെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ സിംഗപ്പൂരിലായിരുന്ന സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നന്നായിട്ട് വൈകിട്ടുണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. നല്ല നല്ല കാഴ്ചകൾ ഒരുപാട് വൈകി അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല അല്ലേ. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു കാഴ്ചയാണിത്. അപ്പോൾ സിംഗപ്പൂരിൽ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, ആസ്വദിക്കുക. ഉണ്ണിക്കുട്ടനെ ഈ യാത്രയിൽ നന്നായിട്ട് സ്വെറ്ററൊക്കെ ഇട്ട് സോക്സൊക്കെ കയ്യിലിട്ട് കൊടുത്തിട്ട് നല്ല തുപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ അവൻ്റെ സ്ട്രോളറിൽ കിടത്തിയിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് ചൂട് കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഞാൻ എന്താന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലം കുറച്ച് തണുപ്പുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇത്രത്തോളം തണുപ്പുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ അവന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നന്നായിട്ട് അവനെ ഒരുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇത്. അവൻ പിന്നെ ആ ഒരു സമയത്ത് അവൻ നല്ല കുഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ, നമുക്ക് ടൂർ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്ലവർ ഡോം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കാഴ്ചകളൊക്കെയാണ്. ഈ ഒരു ഏരിയയിൽ പൊതുവെ നന്നായിട്ട് ആളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഫാമിലി ആയിട്ട് ഈ ഒരു സ്ഥലം കാണാൻ വരുന്നവരും അല്ലാണ്ട് ഒറ്റയ്ക്ക് വരുന്നവരും നമ്മുടെ ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നവരും ജോഗിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഏരിയയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവാറ്. പ്രസവമൊക്കെ കഴിഞ്ഞ് ഉണ്ണിക്കുട്ടനുമായിട്ട് ഞാൻ നല്ലൊരു ഏരിയ കാണാൻ, അതായത് ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സുഖമായിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കാഴ്ചയൊക്കെ കാണാൻ വന്ന ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് പുറത്തൊക്കെ പോയി കാഴ്ച കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആളുകളെ കാണാം, കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണാം. ഉണ്ണിക്കുട്ടനുമായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര വളരെ സ്പെഷ്യലാണ്. ഉണ്ണിക്കുട്ടൻ നല്ല കുട്ടിയായിട്ട് സ്ട്രോളറിൽ പുറത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം, വളരെ എളുപ്പമാണ്. ഹലോ, തുറന്നിട്ടൊക്കെ അപ്പം കാഴ്ച കണ്ടത് വെക്കാം. സ്ട്രോളർ പിന്നെയല്ലേ. ഫ്ലവർ ഡോമിലേക്ക് നമ്മൾ പ്രവേശിച്ചാലുടൻ നമ്മളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചയാണ്. വലിയ വലിയ സ്ക്രീനിലായിട്ട് പലതരം പൂക്കളുടെയുള്ള ക്ലോസപ്പ് ആയിട്ടുള്ള ചിത്രങ്ങൾ. അതിനു കൂടെ തന്നെ ചെറിയൊരു സ്ക്രീനിലായിട്ട് പൂക്കൾ വിരിയുന്നത്, അങ്ങനെയുള്ള പൂക്കളുടേതായിട്ടുള്ള വീഡിയോസും പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ നല്ലൊരു വിഷ്വലി ഒരു ട്രീറ്റാണ് കേട്ടോ അവർ തരുന്നത് നമുക്ക്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ക്ലോസ്ഡ് ഏരിയയിൽ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചൊരു ഏരിയ.
നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടനെ സംബന്ധിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് പുതപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒന്നും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴൊന്നും ആൾക്ക് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പ് കുറച്ചൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട്. പക്ഷേ ആദ്യമേ ഞാൻ പറയാം, ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടായിരിക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ട് മാത്രമായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ ഇവനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയൊരു കുഞ്ഞായിട്ട് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് കാഴ്ചയൊക്കെ കാണാൻ കൊണ്ടുപോവുക. കാരണം ചില കുട്ടികൾക്ക് ഈ തണുപ്പിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ എത്രത്തോളം നല്ല തണുപ്പ് ഈ കഫക്കെട്ടൊക്കെ ഉണ്ടാകുമെന്നൊരു ടെൻഷൻ നമ്മൾ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവന് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ, കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സിംഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിനും കാലിനും ഒക്കെ സ്വാധീനമില്ലാത്ത, നമുക്ക് എല്ലായിടത്തും പോകാനൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റണ, എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അവർക്ക് ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്നിട്ടും കുട്ടികളാണെങ്കിൽ ഇങ്ങനെ സ്ട്രോളറിലൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാ ഏരിയയിലേക്കും നമുക്ക് അവരെ കൊണ്ടുപോകാം. അത് വലിയൊരു കാര്യമാണ് അല്ലേ. പല ആൾക്കാർക്കും ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അവർക്ക് കൈകാലുകൾക്ക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന അവരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് പല നാടുകൾ കാണാനുള്ള പ്രയാസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. വികലാംഗരായിട്ടുള്ള ആൾക്കാർ പുറത്തു പോകാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ ഒന്നും അവർക്ക് സാധിക്കാറില്ല. പക്ഷെ ഈ ഒരു രാജ്യത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. പ്രായമായ ആൾക്കാർക്കും ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ കുറവുള്ള ആൾക്കാർക്കൊക്കെ എല്ലായിടത്തും പോയി കാഴ്ച കാണാം. ആ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ബിൽഡിങ്ങുകളായിക്കോട്ടെ, ഇവിടെയുള്ള ഗതാഗത സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യവും എന്നെങ്കിലും ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ ഹൗസ് ആണ് സിംഗപ്പൂരിലുള്ള ഈ ഒരു ഫ്ലവർ ഡോം. ഇവിടെ ഒരു കൂൾ ഡ്രൈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ് നിലനിർത്തി പോകുന്നത്. 1.2 ഹെക്ടേഴ്സിലായിട്ടാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് പരന്നെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2015 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ ഹൗസ് എന്ന ഒരു അവാർഡ് കൂടി ഈ ഒരു ഫ്ലവർ ഡോമിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തിലെ
പല ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ചെടികളും മരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഡോമിൽ വന്നാൽ കാണാൻ കഴിയും. അത് നല്ലൊരു തട്ടായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെ വളരെ വ്യത്യസ്തമാണ്. ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഡോം നിർമ്മിച്ചിട്ടുള്ളത്. ഓരോന്നിൻ്റെ പേരുകളൊക്കെ ഉണ്ട്. കടലാസ് നല്ല ഒറിജിനലാ. എന്താണ് എൻ്റെ മകൻ കാട്ടുന്നാവോ? നല്ല രസമുണ്ടല്ലേ പൂവ്? അവിടെയൊക്കെ പൂക്കളുണ്ട്. ഇതിന് മേലെ കാണും. ഇതേതാ അമേരിക്കൻ സൗത്ത് അമേരിക്കനല്ല. തിക്കുടുവാണിക്ക് ഉള്ള അതിലാണ് പോവാ നോക്കട്ടെ. എന്നിട്ട് പോവാ. അതാണ് ഫ്ലവർ ടൗൺ എന്ന് തോന്നുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാം. അതൊക്കെ റോസാപ്പൂവിൻ്റെ തന്നെ. ഈ ഫോട്ടോ പൂക്കളെ സോറി. അതില്ല മറ്റാള് ഇവിടെ കൂടെ ഈ സൈഡിൽ കൂടെ എടുക്കണോ? നിറയെ ചെയ്ത് പോവാ. ആയിട്ട് എവിടെ എവിടേക്കും നിൽക്കുക, നമുക്ക് ഫോട്ടോ എടുക്കാം. വാ നടക്കട്ടെ.
പൂവുണ്ടേ. എവിടെയാ എവിടെ എത്തി? കിട്ടാ അതെന്തിട്ടത്? അതൊരു കൾച്ചറൽ പ്രോഗ്രാംസാണ്. വാ 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 പുറത്തിറങ്ങില്ല. ഇതല്ലേ വേ ഔട്ട്? അതാണ് ഏട്ടാ വേ ഔട്ട്. ഇവിടെ എന്താ കാണണ്ട? അവന് ഇത് കണ്ടിട്ടേ രസായിന്. ഞാൻ നിങ്ങൾ നോക്കാണ്ടിട്ടായിരിക്കും ചിലപ്പോ. ആ നമ്മൾ മറ്റേ ഓരോ ചെടികളുണ്ട്. സ്ട്രോളർ ചെയ്തല്ലോ. കളറായില്ല. നമ്മളിതില്ല വാങ്ങ. ഫ്ലവർ ഡോമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സുവനീർ ഷോപ്പിലേക്കായിരിക്കും നമ്മൾ കയറുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെ സുവനീറായിട്ടുള്ള പല സാധനങ്ങളും വാങ്ങാൻ കഴിയും. നമുക്ക് പല ആൾക്കാർക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. സിംഗപ്പൂരുമായിട്ട് റിലേറ്റ് ചെയ്ത പല പ്രൊഡക്റ്റും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് തരിക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ. ബൈ.